എല്ലാവരും നോക്കുന്നത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യും വേണം, എന്നാൽ നല്ല ഭംഗി ഉണ്ടാവണം. അങ്ങനത്തെ മോഡലുകളാണല്ലോ എല്ലാവർക്കും ഇഷ്ടം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ പേളിൻ്റെ ബീഡും ബീഡ് ക്യാപ്പും അതുപോലെ ഗിയർ വയറും ഗിയർ ലോക്കൊക്കെ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി ലുക്കൊക്കെ തരുന്ന നല്ല ഹാങ് ചെയ്ത് എടുക്കുന്ന രീതിയിലുള്ള ഒരു കമ്മലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഗിയർ വയറൊക്കെ ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കമ്മലിലേക്ക് നമുക്ക് 3 പീസാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മൾ എടുക്കുന്നത് ഗിയർ ലോക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് ഗിയർ വയറിൻ്റെ ഏറ്റവും അറ്റത്ത് ഒട്ടും കമ്പി പുറത്തേക്ക് കാണണ്ട ആ രീതിയിൽ നമുക്കിത് ഒന്ന് പ്രസ് ചെയ്ത് ലോക്കാക്കി എടുക്കണം. ഒട്ടും നിങ്ങൾ ജസ്റ്റ് ഒരു തുമ്പ് മാത്രമായിട്ട് വരുന്ന രീതിയിൽ ലോക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ നമ്മൾ പീസ് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അതൊന്നും ഇല്ലാതിരിക്കാൻ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫസ്റ്റിൽ ബീഡ് ക്യാപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് വലിയ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം വീണ്ടും ബീഡ് ക്യാപ്പ് ഇട്ട് നമ്മൾ അതിനെ വീണ്ടും ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഗിയർ ലോക്ക് ഇട്ടിട്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ട് അതായത് നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ ചെയ്യുന്ന പോലെ ഒരു ഇൻവിസിബിൾ കമ്മൽ എന്നൊക്കെ പറയാം, ആ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി അതിനെ നമുക്ക് ബീഡ് ക്യാപ്പ് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത സൈസിലെ ബീഡ്, അങ്ങനെ 3 സൈസിലെ ബീഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ബീഡ് ക്യാപ്പും ബീഡും ഇടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ലോക്ക് ചെയ്യണം. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ടത് ആ ഒരു സ്ഥലത്ത് കൊണ്ട് ഗിയർ ലോക്കിനെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ബീഡ് ക്യാപ്പും അടുത്ത സൈസിലുള്ള ബീഡും ഇട്ടിട്ട് വീണ്ടും ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മളിതിന് 3 ബീഡ് വെച്ചിട്ടാണ് നമ്മൾ 2 ഗിയർ വയർ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരെണ്ണം നമ്മൾ 4 ബീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4ാമത്തെ ബീഡ് ചെയ്യുന്നതിൽ 4ാമത്തേൽ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന സൈസിലുള്ള 2 ബീഡാണ് 4 എണ്ണത്തിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. നല്ല ഹെവി ലുക്കുമാണ്, നന്നായിട്ട് ഹാങ് ചെയ്ത് കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കമ്മൽ ചെയ്യാനായിട്ട് നമുക്ക് അധികം മെറ്റീരിയൽസും ആവശ്യമില്ല. ഗിയർ വയർ നമ്മൾ ഇതുപോലെ പീസാക്കി എടുക്കുക, പിന്നെ കുറച്ച് ബീഡ്സ്, ബീഡ് ക്യാപ്പും അതുപോലെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ബീഡ് മാത്രമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു പാർട്ടി വെയർ ലുക്ക് എന്ന് പറഞ്ഞ കാരണം ബീഡ് ക്യാപ്പൊക്കെ ഇട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു ഗോൾഡൻ ലുക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഹെവി ആവുമല്ലോ, അപ്പോൾ അതിനു വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ക്യാപ്പൊന്നും ഇല്ലാണ്ട് ബീഡ് മാത്രമായിട്ട് ഇട്ടിട്ടായാലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒരെണ്ണത്തിൽ 3 ബീഡ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ലെങ്ത്ത് നമുക്ക് അവിടെ തള്ളി നിൽക്കണം, കാരണം ലാസ്റ്റ് ഇയർ ഹൂക്കിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ 2 എണ്ണം ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലെവൽ കണക്ക് കറക്റ്റാണോ നോക്കിയിട്ട് ചെയ്ത് പോവാം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ആ വലിയ ബീഡ് ഇട്ടിട്ട് ഗിയർ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 2ാമത്തെ ബീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരെണ്ണം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും ഇതും വെച്ചിട്ടൊന്ന് ലെവലാക്കി നോക്കിയിട്ട് അതേ രീതിയിൽ തന്നെ ലോക്ക് ചെയ്ത് പൊക്കോളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ വന്നാലും പ്രശ്നമൊന്നുമില്ല, അതൊരു മോഡലാണ്. എങ്കിലും നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞല്ലോ 2 എണ്ണം ഒരേപോലെ ചെയ്തിട്ട് 3ാമത്തെ മാത്രമാണ് ഇത്തിരി വ്യത്യസ്തപ്പെടുത്തി ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് നോക്കിയിട്ടാണ് ലോക്ക് ചെയ്ത് പോകുന്നത്. 2 പീസും ഒരേ ലെവലിൽ പിടിക്കുക, എന്നിട്ട് നമുക്ക് എവിടെയാണോ 2ാമത്തെ വന്നിരിക്കുന്നത് ആ ലോക്കിൻ്റെ അവിടേക്ക് നമ്മുടെ ലോക്കിനെ കൊണ്ടുവരിക, അതായത് ഗിയർ ലോക്കിനെ കൊണ്ടുവന്നിട്ട് പ്രസ് ചെയ്ത് ലോക്കാക്കുക, ബീഡ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടുത്തതും അതേപോലെ തന്നെ ഒന്ന് വെച്ച് നോക്കിയിട്ട് സെയിം അതേ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ലെവൽ നോക്കി പോകുന്നത്. ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്ന രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. 4ാമത്തെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്യാപ്പൊന്നും നോക്കണ്ട, കാരണം അത് നമ്മൾ അടുപ്പിച്ച് കുറച്ചും കൂടി അടുപ്പിച്ച് ചെയ്യണം. ഇതിൻ്റെ അത്രയും ഗ്യാപ്പ് ഇടേണ്ട ആവശ്യമില്ല, അത് കുറച്ചും കൂടി അടുപ്പിച്ചാണ് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. 4 പീസ് വരണമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെയിം ത്രെഡാണ്, ലെങ്ത്തുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കൂട്ടിയെടുക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ 3 എണ്ണം അതേ രീതിയിൽ തന്നെ നോക്കി 3 എണ്ണം ഫിനിഷ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 2 എണ്ണം ഇതേപോലെ തന്നെ സെയിം അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതേ 3ാമത്തെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, 3ാമത് നമ്മൾ ചെയ്യുന്നതിൽ 4ാമത്തെ ബീഡ് എന്ന് പറയുന്നത് 3ാമത് ഇട്ട സെയിം ബീഡിൻ്റെ അതേ സൈസിലുള്ള ബീഡ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിലും ചെറിയ ബീഡ് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഞാൻ അതേ സെയിം രീതിയിലാണ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ 3 പീസും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗിയർ ലോക്ക് കുറച്ച് വലിയ ഗിയർ ലോക്കാണെങ്കിൽ നമുക്കിതിനെ ഒറ്റ ഗിയർ ലോക്കിലിട്ടിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ എൻ്റെ ഗിയർ ലോക്ക് ചെറുതാണ്, അപ്പോൾ നമുക്ക് തിരിച്ച് കുറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നിനും ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു തുമ്പ് മാത്രം ഒന്ന് വളയ്ക്കുക, എന്നിട്ട് ആ തുമ്പ് ഈ ഗിയർ ലോക്കിലൂടെ താഴേക്ക് കോർത്ത് കൊടുക്കുക. ഇതുപോലെ കോർത്ത് കൊടുക്കുക, അതായത് ഗിയർ ലോക്ക് ഒന്ന് ജസ്റ്റ് മുകളിലേക്ക് ആക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ചെയ്യുക, എന്നിട്ട് അതിനവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാലൻസ് ത്രെഡ് താഴത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇല്ല, നമ്മൾ ആ കറക്റ്റ് ത്രെഡിൻ്റെ അടുത്ത് വെച്ച് കൊണ്ടുവന്ന് ലോക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ലോക്ക് ചെയ്യാം. ഇല്ല, ത്രെഡ് കുറച്ച് താഴത്തേക്ക് ഇതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ത്രെഡ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതേ കണ്ടോ, ആ പീസ് കട്ട് ചെയ്ത് കളയാം.
അതുപോലെ 3 നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇയർ ഹൂക്കിലേക്ക് ഇത് 3 കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇയർ ഹൂക്കിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് റിങ്ങിലേക്ക് 3 കൂടി കുറത്തിട്ട് സൈഡ് റിങ് ഇയർ ഹൂക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് നന്നായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ സൈഡ് റിങ് ഇവിടെ ഒഴിവാക്കിയത്. ഞാൻ സെൻറ്ററിലാണ് ആ ഒരു ലെങ്ത്ത് കൂടിയ ആ ഒരു വയർ ഇട്ട് കൊടുക്കുന്നത്. 2 സൈഡിലും ചെറുതും 4 എണ്ണം വരുന്നത് സെൻറ്ററിലും എന്നുള്ള രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കമ്മൽ വരുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇയറിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ബാച്ച് മാർച്ച് 10 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ.